ഞങ്ങളിതാ വാക്ക് പാലിച്ചിരിക്കുന്നു. ഹോം ടൂർ ചോദിച്ചിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റൂം ടൂറാണ്. മിത്തുക്കുട്ടിയുടെ റൂം. കാരണം ഒരു ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ അത് എത്ര മണിക്കൂർ വേണ്ടി വരും എന്ന് എനിക്കറിയില്ല. ഫുള്ളായിട്ട് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അത് മാത്രമല്ല, എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഞാൻ കിച്ചൺ ടൂർ ഒരുപാട് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു, ഒരുപാട് പേര് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞു. അതായത് എന്തൊക്കെ സാധനങ്ങൾ വെക്കണം എന്നുള്ള ഉപകാരമായി ഡീറ്റെയിൽ ആയി പറഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇന്റീരിയർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അപ്പോൾ ഇത് കണ്ടിട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാവും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഓരോരോ റൂമുകളായിട്ടും ഹോളായിട്ടും ഒക്കെ സെപ്പറേറ്റ് ഡീറ്റെയിൽഡ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാമായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ഉള്ള ഒരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഫസ്റ്റ് തന്നെ നമ്മൾ റൂം ടൂറിൽ കാണിക്കാൻ പോകുന്നത് മിത്തുക്കുട്ടിയുടെ റൂമാണ്. ഇതിൽ ചില പോർഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ മിത്തുക്കുട്ടിയുടെ റൂം നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ തുടങ്ങാം അല്ലേ. മിത്തുക്കുട്ടിയുടെ റൂം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മിത്തുക്കുട്ടിയുടെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കിഡ്സ് റൂം എന്നുള്ളതിനേക്കാളും, കാരണം ഇപ്പൊ ടീൻസിലേക്ക് കടന്നു, ആ ഒരു കിഡ്സിന്റെ പ്രായം കഴിഞ്ഞു, ഇനി വലുതായി കഴിഞ്ഞാലും അവൾക്ക് ഒരു നോർമൽ റൂമായിട്ട് ചെയ്യുന്ന കാരണം ഒരുപാട് കിഡ്സ് തീമുകളൊന്നും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലൊരു ഗേൾ തീം വേണം എന്ന് മിത്തുവിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പീച്ച് വേണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. സോ പീച്ചിന്റെ കൂടെ ഏറ്റവും നന്നായിട്ട് പോവാ ഗ്രേ ആണെന്ന് തോന്നിയപ്പോൾ പിന്നെ നമ്മുടെ ഇന്റീരിയർ അവരും സജസ്റ്റ് ചെയ്തു ഗ്രേ ആൻഡ് പീച്ച്, കുറച്ച് ഭയങ്കര ജിങ്ജാക്ക് വേണ്ട, എന്നാലൊരു ക്ലാസി ലുക്ക് വേണം എന്ന് തോന്നിയപ്പോൾ പീച്ച് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ആണ് നമ്മൾ മൊത്തം എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ മൊത്തം ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് കേർട്ടൻ വരെ നമ്മൾ ആ ഒരു പീച്ച് ആൻഡ് ഗ്രേ ഷെയ്ഡിൽ, ഒരു ഓംബ്രേ ഷെയ്ഡിലാണ് നമ്മൾ കേർട്ടൻസ് വരെ ചെയ്തിട്ടുള്ളത്. അപ്പൊ കേർട്ടൻസ് ഒക്കെ നമ്മളിവിടെ അടുത്ത് ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തത്, എല്ലാ കേർട്ടനും കാര്യങ്ങളും ഒക്കെ. അപ്പൊ മിത്തുക്കുട്ടിക്ക് വേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയായിരുന്നു വെച്ചാൽ, സ്റ്റഡി ടേബിൾ പിന്നെ എന്തായാലും ആവശ്യമാണല്ലോ. അതിപ്പോ നമുക്ക് ഒരു പ്രായം കഴിയുന്നവരെയും അത് കഴിഞ്ഞാലും ഒക്കെ വായിക്കുന്ന കുട്ടിയായത് കാരണം സ്റ്റഡി ടേബിൾ നമുക്ക് ആവശ്യമാണ് എല്ലാ കുട്ടികളുടെ റൂമിലും. പിന്നെ മിത്തുവിന് വേണ്ടിയിരുന്നത് ഡ്രസ്സിംഗ് ടേബിൾ നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ആക്ച്വലി ആ സ്പേസും കൂടെ യൂട്ടിലൈസ് ചെയ്യാമെന്നുണ്ടായിരുന്നു. പക്ഷെ മിത്തുവിന് ഡ്രസ്സിംഗ് ടേബിൾ വേണം, എപ്പോഴും ഇരുന്ന് ഡ്രസ്സ് ചെയ്യാനൊക്കെ. പിന്നെ ഇപ്പൊ വലുതായി വരുന്നതോറും ഡ്രസ്സിംഗ് ടേബിൾ ഒരു ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു സ്പേസിൽ ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡ്രസ്സിങ് ഒരു സ്പേസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കട്ടിലിനോട് ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിങ് സ്പേസ് എടുത്തിട്ടുള്ളത്. പിന്നെ മിത്തു ഏറ്റവും കൂടുതൽ വേണം, ഇതാണ് എന്തായാലും വേണം എന്ന് പറയുന്നൊരു സംഭവം ഓൾവേസ്. ആളൊരു ഹാരി പോട്ടർ ഫാൻ ആയ കാരണം അതിലുള്ളതാണെന്ന് തോന്നുന്നു, എനിക്ക് വലിയ ഐഡിയയില്ല. ഓൾവേസ് എന്നുള്ളത് ആ ഒരു ഇതിലുണ്ടായിരുന്നതാണ് അത്ര. അപ്പം മിത്തുവിന് അങ്ങനെ എന്തെങ്കിലും ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം. പക്ഷെ ഒരു ഫുൾ ഒരു വേർഡൊക്കെ എഴുതുക എന്ന് പറയുമ്പോൾ അത് വലുതായി കഴിഞ്ഞാൽ അത് വേണ്ടെങ്കിലോ തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു എനിക്ക് ഹാരി പോട്ടറിന്റെ അതിൽ ഓൾവേസ് മതി എന്ന് പറഞ്ഞിട്ട് അത് വെച്ചതാണ്. അത് അവരെന്നെ എന്താ പറയാ ഒക്കെ റെഡിയാക്കി അറേഞ്ച് ചെയ്തെന്നു. ഇവിടെ ചെറിയൊരു നിയോൺ ലൈറ്റ്, ഇത് എത്ര കാലം ഓടുന്നൊന്നും അറിയില്ല, പക്ഷെ ഇത് മാറ്റത്ര. ഈ ഓൾവേസിന്റെ ആ ഒരു എയുടെ ഭാഗത്ത് ഒരു നിയോൺ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ചുമര് നമ്മൾ പാനലിങ് ചെയ്തതാണ് കേട്ടോ. വോളില് പാനലിങ് ചെയ്ത് പീച്ച് കളർ കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതിന്റെ കൂടെ അപ്പോൾ ഇത് പീച്ചായ സ്ഥിതിക്ക് പിന്നെ കട്ടില് പീച്ച് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു ഹെഡ് ബോർഡ് ഗ്രേ കൊടുത്തപ്പോൾ ഒരു നല്ല ലുക്ക് തോന്നി. ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ അതിനനുസരിച്ച് നമ്മൾ ഫിറ്റഡ് ബെഡ്ഷീറ്റ്, ഇത് ക്വീൻ സൈസ് ബെഡാണ്. അപ്പോൾ ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണ് എനിക്ക് നോക്കിയപ്പോൾ, ഞാൻ ഓൺലൈനിൽ ഞാൻ ഷോപ്പിൽ കുറെ നോക്കിയപ്പോൾ ഇതിന് മാച്ച് ചെയ്ത് ഒരു പീച്ച് ആൻഡ് ഈ ഒരു ഇതിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് കിട്ടിയില്ല. ആക്ച്വലി ഇങ്ങനത്തെ നമ്മൾ ഫുൾ തീമുള്ള റൂം ആകുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഏത് ബെഡ്ഷീറ്റ് ഇതിന് മാച്ച് ആവണില്ലേ. കുറെ ഞാൻ ഇട്ട് നോക്കിയത് അതിന്റെ ആ ഒരു കളറിന് മാച്ച് ചെയ്ത ബെഡ്ഷീറ്റ് മാത്രമേ ഇടുമ്പോൾ ആ ഒരു റൂമിന് ലുക്ക് വരുന്നുള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഓൺലൈനിൽ കിട്ടിയതാണ് ഈ പീച്ച് ആൻഡ് ഗ്രേ ഫിറ്റഡ് ബെഡ്ഷീറ്റ്. അതാകുമ്പോൾ വൃത്തിക്ക് അവിടെ കടന്നോളും. അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് എന്താ പറയാ ബെഡിന്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാം. അത് നമുക്ക് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫിറ്റഡ് ബെഡ്ഷീറ്റ് പോലെ ചെയ്തു തരും. അപ്പൊ അത് അതിന് മാച്ച് ചെയ്തിട്ട് നമ്മൾ വാങ്ങിച്ചു. ഈ പറഞ്ഞ പോലെ കേർട്ടനും അതിന് മാച്ച് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിച്ചു. പീച്ച് എന്ന് പറഞ്ഞാലും പീച്ച് അധികമൊന്നുമില്ല. രണ്ട് വാളില്, ഈ ഒരു വാളിന്റെ സൈഡിലും മറ്റേ വാളിലും മാത്രമേ പീച്ചുള്ളൂ. ബാക്കി എല്ലാം ഗ്രേ തീമാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രേ എപ്പോഴും ഒരു ക്ലാസി തീമാണ്. പക്ഷെ സാധാരണ എനിക്ക് ഗ്രേ അത്ര ഇഷ്ടമാവാറില്ല കേട്ടോ. പക്ഷെ ഈ ഒരു ഗ്രേ എനിക്ക് വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി, നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് മിത്തുക്കുട്ടിയുടെ ഡ്രസ്സിംഗ് ടേബിൾ.
ഇപ്പൊ കാര്യമായിട്ട് വെക്കാൻ മാത്രം ഒന്നുമില്ല. പക്ഷെ കുട്ടികൾ വലുതാവും തോറും അവർക്ക് എന്തെങ്കിലും ഇപ്പൊ തന്നെ എന്താ പറയാ ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ണെഴുതാനും പൗഡർ ഇടാനും ഇപ്പൊ മാക്സിമം അതല്ലേ നമ്മൾ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറെ മിത്തുന്റെ പൊട്ട്, കൺമഷി, പെർഫ്യൂംസ്, നെയിൽ പോളിഷ്, കുട്ടികൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. പക്ഷെ വലുതാവും തോറും കുട്ടികൾക്ക് ക്രീമും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് കുറച്ചധികം തന്നെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കും വേണമെങ്കിൽ വന്ന് ഡ്രസ്സ് ചെയ്യാം, എനിക്ക് ഷൂട്ട് ചെയ്യണമെങ്കിലും. കാരണം എൻ്റെ റൂമിൽ അങ്ങനെ ഒരു ഫുൾ ഡ്രസ്സിങ് ടേബിളായിട്ട് ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ എന്തിനാ 2 റൂമിൽ ഒരേപോലെ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് മിത്തുക്കുട്ടിക്ക് ഈ ഒരു ഏരിയയിൽ അതെന്തായാലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഇരുന്നിട്ടാണ് 37 ഡ്രസ്സ് ചെയ്യുക. ഈ ഒരു സാധനം ഞാനൊരു പീച്ച് ഷെയ്ഡ് ഞങ്ങൾ നോക്കി വാങ്ങിച്ചു. ഇത് നമ്മൾ ഓൺലൈനിൽ തന്നെയാണ് അല്ലേ? ഇതും നമ്മൾ ഓൺലൈനിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്, പീച്ച്. കാരണം ഇതും കൂടെ ഗ്രേ ആയി കഴിഞ്ഞാൽ മഹാബോറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ 2 ഷെൽഫ് മിത്തുക്കുട്ടിയുടെ എന്താ പറയുക സാധനങ്ങൾ, സ്ക്രഞ്ചീസും സാധനങ്ങളും ഒക്കെ വെക്കാനും. അതിൻ്റെ താഴെ അവളുടെ സാധനങ്ങൾ മാത്രം വെക്കാൻ. ഞാൻ പറഞ്ഞു ഇനി എൻ്റെ ഏരിയയിലേക്ക് വന്നു പോരുത്, എല്ലാ സാധനങ്ങളും ഇവിടെ ആണ്. അപ്പൊ ഇതാണ് പ്രത്യേകിച്ച് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ട് എന്നാൽ മിത്തുന് ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാകും. മിത്തുന്റെ ഓരോ ചെറിയ കാര്യത്തിനും മിത്തുന്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കിഡ്സ് റൂമിൽ അല്ലെങ്കിൽ മിത്തുക്കുട്ടിയുടെ റൂമിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അറിയണ പോലെ തന്നെ സ്റ്റഡി ടേബിളാണ്. ഇതെല്ലാ കുട്ടികൾക്കും വളരെ ആവശ്യമുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക മാക്സിമം മിത്തു ബുക്ക് വായിക്കുന്ന കാരണം ബുക്സ് വെക്കാൻ ഒരു സ്പേസും, പിന്നെ മിത്തുവിൻ്റെ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസുമാണ്. പിന്നെ പ്രൊജക്റ്റ് വർക്ക് ഒക്കെ ഉള്ള കാരണം അതും കൂടെ ചെയ്യാൻ ഉള്ള നമ്മുടെ സ്പേസിൽ അത്യാവശ്യം നന്നായിട്ട് സാധനങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു കുട്ടി സ്റ്റഡി ടേബിളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഗ്രേ ആണ്. ഒരു 5-6 എന്താ പറയുക ഡിസൈൻസ് തന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഓരോ സാധനങ്ങൾ എങ്ങനെ വെക്കണം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് നമ്മൾ എല്ലാ റൂമും അങ്ങനെ തന്നെ, എന്തൊക്കെ വെക്കണം നമ്മൾ ആദ്യം അവർക്കൊരു ലിസ്റ്റ് കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് വെക്കാനുള്ളതെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ അവർ കുറച്ച് ഡിസൈൻസ് തരും. അങ്ങനെ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് വെക്കും. പിന്നെ അതിനുശേഷം 1-2 പ്രാവശ്യം നമ്മളിത് മാറ്റിയിട്ടുണ്ട്. ആ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുക, അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം തോന്നുമ്പോൾ അങ്ങനെ മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ഇതും ഗ്രേ തീം തന്നെയാണ്. കാരണം ഇതും പീച്ച് കൊടുത്ത ആകെ മൊത്തം പീച്ചാവും. അപ്പോൾ വോളിന് മാത്രം പീച്ചായിട്ട് സ്റ്റഡി ടേബിൾ ഗ്രേ കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ മിത്തുക്കുട്ടിയുടെ സ്കൂളിലെ ബുക്സ് ആണ്. പഠിക്കാനുള്ള ഫുൾ ബുക്സും ഇതിൽ പോകും, പ്രൊജക്ട് വർക്കിന്റെ കാര്യങ്ങളും. അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് സ്പേസിലാണ് അവരിത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഗ്രേയില് നമ്മളൊരു ഗ്രേയും ബ്ലാക്കും നല്ല കോമ്പിനേഷൻ. അപ്പോൾ ഒരു ബ്ലാക്ക് നോബ് പോലെയാണ് കേട്ടോ ഫുള്ള് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റഡി ടേബിളിൽ എല്ലാതും. പിന്നെ പ്രിന്റർ നമുക്ക് മുന്നേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിന്റർ വെക്കാനൊരു സ്പേസ് വേണം. കാരണം നമ്മുടെ കയ്യിലുള്ള ഒരു സാധനമാണ്, അത് അടച്ചു വെക്കും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഈ പ്രൊജക്റ്റും അതും ഇതൊക്കെ ആയിട്ട് പ്രിന്റ് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഒരു സ്പേസും ഇങ്ങനെ ഒരു ഡിസൈനും. ആദ്യം വേറെ ഡിസൈനായിരുന്നു, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത്, നമുക്ക് സൗകര്യം പഠിക്കുമ്പോൾ പ്രിന്റ് എടുക്കാനൊക്കെ സൗകര്യം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ എടുത്തത്. പിന്നെ ഇവിടെ ഷെൽഫ് 3 ഉണ്ട് കേട്ടോ. കാരണം ഇത് കുട്ടിക്ക് ഇഷ്ടം പോലെ ചിത്രം വരയ്ക്കാനും അതിനും ഇതിനും ഒക്കെ ഉള്ള പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഒക്കെ. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ബോക്സും സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്, നേരം പോലെ അറേഞ്ച് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഒക്കെ കുത്തി നിറച്ചിടണ്ടേ. അപ്പം ഞാൻ ഈ ഒരു ഫുൾ സെറ്റിൻ്റെ ബോക്സ്, ഇതിനധികം വിലയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫുൾ സാധനങ്ങൾ നമ്മൾ ഇതിൽ വാങ്ങിയതാണ് ഓൺലൈനിൽ. അപ്പം മിത്തുവിൻ്റെ കച്ചറ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ താഴെ നമ്മളൊരു ബാഗ് വെക്കാൻ ഒരു സെക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ ബുക്ക് വെക്കാം, പക്ഷെ ബാഗ്സ് കുറെ ഉള്ളത് കൊണ്ട്, അതായത് പല ക്ലാസ്സിനും പോകുന്ന കാരണം, ആർട്ട് ക്ലാസ്, സ്കൂൾ, അങ്ങനെ കുറെ ബാഗുകളും ഫാൻസി ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ പരത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ റൂമിൽ എന്താ സ്ഥലം ഉണ്ടാവും. നല്ലൊരു കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ബാഗൊക്കെ പരത്തിയിടുമ്പോൾ എനിക്കത് പൊതുവെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ബാഗിനായിട്ട് മുന്നേ വാർഡ്രോബിന്റെ ഉള്ളിലൊക്കെ വെച്ചിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടാക്കിയപ്പോൾ ആദ്യമേ പറഞ്ഞു ബാഗിനായിട്ടൊരു ചെറിയ സ്പേസ് താഴെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പൊ വലുതായി കഴിഞ്ഞാൽ ഒരു ബാഗൊക്കെ ഉള്ളൂ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെയും കൂടെ ബുക്സ് വെക്കാമല്ലോ. അപ്പൊ ആ ഒരു ഇതിൽ ഇപ്പൊ തൽക്കാലം ഇവിടെ ബാഗാണ് ഇരിക്കുന്നത്. പിന്നെ ഈ 2 ഷെൽഫും അതെ കേട്ടോ. ഈ 2 ഷെൽഫും എല്ലാം മിത്തുന്റെ പഠിക്കാനുള്ള സാധനങ്ങളും, പിന്നെ കുറെ ഡയറി നോട്ട് എഴുതുന്ന ആളും അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതാണ്, ആർട്ട് ക്രാഫ്റ്റ്. അപ്പൊ ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങി തന്നെയാണ്. എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ വാങ്ങിയതാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം, കുത്തി നിറച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഫുൾ പെയിന്റിങ് ഐറ്റംസ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ പെയിന്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ ഇതും നമ്മൾ ഓൺലൈനിൽ വാങ്ങി തന്നെയാണ്. ഈ ഒരു ചെയറും ഇതാദ്യം പീച്ച് വേണമെന്ന് തീരുമാനിച്ചു, പക്ഷെ ഇതാവുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്, ചളിയൊന്നും അത്ര ആവില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഗ്രേ കളർ. ഇതാ ഒരു വലുതായാലും ഒരു ഇഷ്ടം തോന്നും എന്നുള്ള രീതിയിൽ വാങ്ങിയതാണ്. കുറെ കാലം ഉപയോഗിക്കേണ്ടതല്ല ഇതൊക്കെ. ഇതാണ് മിത്തുക്കുട്ടിയുടെ ലോകം. ഈ ഒരു ഡിസൈൻ നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. മിത്തു ബുക്സ് വായിക്കുന്ന ആളായതുകൊണ്ട്
ബുക്സ് വെക്കാൻ സ്ഥലം വേണം, ഒരു ഫുൾ ലൈബ്രറി പോലെയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അതിനൊക്കെയുള്ള സ്പേസ് ഇല്ല. എല്ലാ സ്പേസ് മുഴുവൻ അങ്ങോട്ട് നമ്മൾ കുത്തി നിറച്ച് വാർഡ്രോബാക്കി പിന്നെ ആകെ കൺജസ്റ്റഡ് ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റഡി ടേബിളിൽ തന്നെ ബുക്സ് വെക്കാം. ഇത്രയൊന്നും ആവില്ല, വലുതാവുമ്പോൾ ഉണ്ടാവാന്ന് അറിയാം. പക്ഷെ എന്നാലും പറ്റുന്ന പോലെ ബുക്സ് വെക്കാൻ ഇതിൻ്റെ ഉള്ളിലേക്കും സ്പേസ് ഉണ്ട്, മേലെയും സ്പേസ് ഉണ്ട്. ഇവിടെ മൊത്തം ബുക്സ് വെക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടേക്കൊന്നും ആയിട്ടില്ല. അപ്പോഴേക്കും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെയൊക്കെ നമുക്ക് ബുക്സ് വെക്കാം. ഇപ്പം പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളാണ്. പിന്നെ ഇത് ആദ്യം നമ്മളൊരു വൈറ്റ് ബോർഡ്, മിഥുനെ എഴുതി പഠിക്കാനും എഴുതാനും നോട്ട്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആദ്യം വൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു തീമിൻ്റെ കൂടെ വൈറ്റ് ഒട്ടും മാച്ച് ആവാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് വെച്ചത്. ഇതിൽ എഴുതാൻ പറ്റില്ല, പക്ഷേ ഇതിൽ ഇതുപോലെ നോട്ട്സ് വെച്ചിട്ട് ഒട്ടിച്ച് വെക്കാൻ പറ്റും. എന്തൊക്കെ സാധനങ്ങളാണ് മിഥുൻ്റെ ക്രാഫ്റ്റ് ആയാലും ആർട്ടായാലും നമ്മുടെ ബ്ലാക്ക് ബോർഡ് പോലെ നമുക്ക് പിൻ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ മിഥു തന്നെ അറേഞ്ച് ചെയ്ത മിഥുൻ്റെ ആരാണിത്? മിഥുൻ്റെ ഗ്രൂട്ട്. ഇത് നമ്മൾ അന്നൊരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സാധനം പോയി വാങ്ങിയത്. അപ്പോൾ ഇത് വലിയ ഇഷ്ടമാണ്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിത്തുക്കുട്ടിക്ക് ഗീതു എന്തോ ബർത്ത്ഡേക്കോ എന്തോ ഗിഫ്റ്റ് കൊടുത്ത സാധനമാണ്. അപ്പോൾ ഇതും നല്ല ഇഷ്ടം, നല്ല രസമാണ്. അപ്പം മിത്തുവിൻ്റെ ഫേവറേറ്റ് ആൾക്കാരാണിത്, സ്നോ വേൾഡും സംഭവങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു നോട്ട്സ് ഭയങ്കര ഉപകാരമാണ്. ഏതൊക്കെ എക്സാമാണ്, എന്തൊക്കെയാണ് വരുന്നത്, അങ്ങനെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ള ഒരു ഇത്. അപ്പോൾ ഇത് മിത്തുവിൻ്റെ ഫേവറേറ്റ് ടോയ്സും കാര്യങ്ങളും. ഇവിടൊക്കെ ആക്ച്വലി ബുക്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ സ്പേസും ഒക്കെ ലൈബ്രറി പോലെ ഉണ്ടാക്കിയതാണ്, വായിക്കുന്ന ബുക്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അതൊക്കെ വായിച്ച് ഇവിടെയൊക്കെ ഫുള്ളാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഫുൾ അവളുടെ ഡെക്കറേറ്റീവ് സാധനങ്ങളൊക്കെ വെച്ച് നിറച്ച് നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി ടേബിൾ. പിന്നെന്താ, ഇനിയിപ്പോൾ വാർഡ്രോബ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു റൂമിൽ നമ്മൾ എന്താ പറയുക, വളരെ ലിമിറ്റഡ് ആയിട്ട് കാര്യമായിട്ട് അങ്ങനെ ഭയങ്കര സ്പേസ് ആയിട്ട് കുറേ സാധനങ്ങൾ കുത്തിനിറച്ച് അങ്ങനെ നല്ലൊരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ട ഒരു ചെറിയതും ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ട ഒരു ഡ്രസ്സിങ് ടേബിളും മാത്രമാണ് കാര്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് മിത്തുക്കുട്ടിയുടെ വാർഡ്രോബ്. നമ്മൾ മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ഗ്രേ ആണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ലോഫ്റ്റും ഉണ്ട്, ലോഫ്റ്റ് ഗ്രേ കൊടുത്തു. പക്ഷേ ഗ്രേ വന്നപ്പോൾ എന്താ വെച്ചാൽ മൊത്തത്തിൽ കൂടുതൽ ഗ്രേ ഇങ്ങനെ കൂടുതൽ നിൽക്കുന്ന പോലെ. അപ്പോൾ ഒരു ഭയങ്കര ഒരു ഡൾ ഫീലിംഗ്. പ്രത്യേകിച്ച് കിഡ്സ് റൂം ആകുമ്പോൾ ഒരു നമ്മുടെയൊക്കെ പോലത്തെ റൂം അല്ലെങ്കിൽ ഒരു പാരൻസിൻ്റെ റൂമൊക്കെ ആകുമ്പോൾ ഓക്കെ, കിഡ്സ് റൂം ആകുമ്പോൾ ഒരു വൈബ് ഇല്ല എന്നുള്ളതൊരു ഫീലിംഗ് 3D കണ്ടപ്പോൾ തോന്നി. അപ്പോൾ വിചാരിച്ചു ഇങ്ങനത്തെ ഗ്ലാസ് ആവാം. അപ്പോൾ അവരും നമ്മുടെ ഇന്റീരിയർ അവരും പറഞ്ഞു ഗ്രേ ആൻഡ് പീച്ചിന്റെ കൂടെ ബ്ലാക്ക് നന്നായിട്ട് പോകും എന്നുള്ളത്. കാരണം ഇവിടെ ഓൾറെഡി ആ നോബും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആണ്, ഓൾവേസ് ബ്ലാക്ക് ആണ്. അപ്പോൾ പിന്നെയും ഒരു ഗ്രേ വന്നിട്ട് ഒരു ഡെഡ് ലുക്ക് പോലെ, പിന്നെ സ്പേസ് തീരെ തോന്നിക്കാത്ത പോലെ. റൂമിനാണെങ്കിലും പൊതുവെ കുറച്ച് സ്പേസ് ഉള്ള ഒരുപാട് വലിയ റൂം അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്പേസ് തോന്നിക്കും ഇങ്ങനെ ഗ്ലാസ് ആവുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഫുൾ ട്രാൻസ്പാരന്റ് ഗ്ലാസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതാവുമ്പോൾ കുട്ടികളാകുമ്പോൾ എത്രത്തോളം അത് ഒതുക്കി വെക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഫുൾ ടൈം ഒതുക്കി വെച്ചാലും ഞാൻ പിന്നാലെ പോയി ഒതുക്കി. പക്ഷെ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഫുൾ ട്രാൻസ്പാരന്റ് വേണ്ട, ഒരു കൂളിംഗ് എഫക്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ക്ലാസ് ലുക്ക് തോന്നി. പക്ഷെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാണ്, വന്ന് കണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. കുറച്ച് മെയിൻ്റനൻസ് ഉണ്ട്. സംഭവം മെയിൻ്റനൻസ് പറഞ്ഞാൽ പൊടി എപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ ദിവസവും ഇങ്ങനെ വൈപ്പ് ചെയ്യുന്ന കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഞാൻ പറയണ പോലെ ഇവിടെ പൊടി കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതൊക്കെ തുറന്നിടുമ്പോഴൊക്കെ നമുക്ക് പൊടി, പ്രത്യേകിച്ചും ഗ്ലാസിന്റെ മുകളിൽ, ഇങ്ങനത്തെ ബ്ലാക്ക് ഗ്ലാസിന്റെ മുകളിൽ കുറച്ച് പൊടി ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് കാണും. അപ്പം അത് ദിവസം ഞാനൊരു മിനിറ്റൊക്കെ അല്ലേ വേണ്ടു, ഒന്ന് ജസ്റ്റ് മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്യാൻ. അപ്പം അതൊരു എല്ലാ ദിവസവും ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ശരിക്കും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് മിത്തുക്കുട്ടിയുടെ ആ ഒരു വാർഡ്രോബ്. വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മൊത്തം റൂം ഈ ഒരു ഇതിനെ മാച്ചായിട്ട് തോന്നി. ഇത് ഞാൻ മുന്നേ പ്ലാൻ ചെയ്ത് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു, ഇങ്ങനൊരു സംഭവം എന്തായാലും വേണം. കാരണം കുട്ടികൾക്ക് മേലെയുള്ള ഡ്രസ്സുകൾ എത്തില്ല. അപ്പൊ അവർക്ക് ഇത് എടുക്കാനും ഒക്കെ എളുപ്പമായിട്ടുള്ള ഒരു പുള്ളി പോലെ വേണം എന്നുള്ളതുണ്ടായിരുന്നു. കാരണം ലോങ് ഗൗൺസും കുർത്താസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇത് സ്പേസ് ഭയങ്കരമായിട്ട് കണ്ടോ. ഈ ഒരു സെക്ഷൻ ഫുള്ള് ടീഷർട്ടും, ഇവിടെ മിഥുന് ഗൗണും ചുരിദാറുകളും പട്ടുപാവാടയൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മടക്കി വെച്ചാൽ കുറെ കഴിയുമ്പോൾ അതൊരു മടക്കി വെക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ മുന്നേ മടക്കി വെക്കുന്നതായിരുന്നു. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ വൃത്തിയായിട്ടിരിക്കും ഇങ്ങനെ ഗൗണ് പോലെ തൂക്കിയിട്ടുണ്ടെങ്കിൽ. പിന്നെ സ്പേസ് ഭയങ്കരമായിട്ട് സേവ് ചെയ്യാം. കുട്ടികൾക്ക് എടുക്കാനും നല്ല എളുപ്പമാണ്. കണ്ടോ, ഇതൊന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര എളുപ്പം. അപ്പൊ ഞാനിപ്പോ അന്ന് ആ വ്ളോഗിൽ കാണിച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ സ്ഥലത്ത് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തോളൂ കേട്ടോ. കുട്ടികളുടെ മാത്രമല്ല നമ്മുടെയും വെക്കാം. നമ്മുടെ ഗൗൺ സാരീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താ അറിയോ,
ഇത്രയും സ്പേസ് കണ്ടു. ഈ താഴെയുള്ള ഫുൾ സ്പേസ് നമുക്ക് പിന്നെയും സാധനങ്ങൾ വെക്കാൻ കിട്ടും. അപ്പൊ മിത്തുവിന് ശരിക്കും അത്രയ്ക്കൊന്നുമില്ല. അപ്പൊ ഞാനൊരു വൃത്തിയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇത്രയും നമുക്ക് എന്ത് സാധനം താഴെ വെക്കണമെങ്കിലും കുട്ടികളുടെ വേറെ എന്തെങ്കിലും ഒക്കെ വെക്കണമെങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം ഇങ്ങനെ ആക്കിയത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ നല്ലതാണ്. പക്ഷെ കുറെ പേരൊക്കെ ഇപ്പൊ അത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് നല്ല ഇഷ്ടം. ഏറ്റവും മേലേക്ക് കുറച്ചും കൂടെ ഏറ്റവും മുട്ടിക്കുന്ന രീതിയിൽ തന്നെ വെച്ചോളൂ. കാരണം എന്തായാലും ഇത് വലിക്കുന്നതാണ്. വെറുതെ താഴേക്കുള്ള സ്പേസ് ആകുമ്പോൾ വലിയ ഗൗണും സാധനങ്ങളൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ കറക്റ്റ് കിടക്കില്ല. ഇത് കണ്ടോ, ഇതിപ്പോൾ കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കായാലും നമുക്കായാലും ഒക്കെ ഇപ്പം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം ഇങ്ങനത്തെ ഒരു ഡ്രോവേഴ്സ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് മിത്തുക്കുട്ടിയുടെ മാല, കമ്മലുകൾ, സംഭവങ്ങൾ. മിത്തുക്കുട്ടിയുടെ കമ്മലൊക്കെ ഈ ഒരു സെക്ഷനുള്ളൂ. ഇത്രയും സെക്ഷൻ ആക്ച്വലി ഫ്രീ ആയി കിടക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇത് തികയാത്തൊരു പ്രശ്നമുള്ളൂ. നമ്മുടെ കൊളാബറേഷനും കാര്യങ്ങളും നമ്മുടെ കമ്മലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ തൽക്കാലം മിത്തുവിൻ്റെ വെക്കുന്നില്ല. മിത്തു വലുതാകുമ്പോൾ മിത്തുവിന് ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് ആക്ച്വലി ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെ ഈ ഒരു നമ്മുടെ ഇതിനനുസരിച്ചിട്ടുള്ളത്. പക്ഷെ കറക്റ്റ് സൈസ് ആവുമെന്ന് അറിയില്ല. ഇത് നമുക്ക് ഇന്റീരിയർ അവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നതാണ് കേട്ടോ. ഇത് 2 എണ്ണം ഉണ്ട്. സാധാരണ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഷെൽഫ് ഉണ്ടാവും. അപ്പൊ ഞാനത് എന്തായാലും വേണ്ടാന്ന് പറഞ്ഞു. കണ്ടോ, ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് വാച്ച്, വളകള് എന്തൊക്കെ വേണം. മിഥുന് ഒരുപാട് സ്പേസ് ബാക്കിയുണ്ട്, അതൊക്കെ നമുക്ക് വെക്കാം. ഇത് കണ്ടോ, ഇവരിത് ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ അവര് വാങ്ങിയതാ. പക്ഷെ ഇത് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇങ്ങനത്തെ. അപ്പൊ ഇത് ഉണ്ടാക്കുകയാണ് നല്ലത്. പക്ഷെ എപ്പോഴും ഇത് ഉണ്ടാക്കുമ്പോഴും ഒരു വലിപ്പം നമുക്ക് വേണം, ഒരു ഡ്രോവർ നമുക്ക് വേണം. ഇപ്പൊ സർട്ടിഫിക്കറ്റ്സ്, ഇപ്പൊ മിഥുനാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ സർട്ടിഫിക്കറ്റ്സ് വെക്കാനും നമ്മുടെ പേഴ്സണൽ സാധനങ്ങൾ വെക്കാനൊന്നും ഇതിൽ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെക്ഷനിൽ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് കൊണ്ട് ബാക്കി 2 നമ്മൾ ഡ്രോവർ വെച്ചു. ഇങ്ങനത്തെ സെക്ഷനിൽ ഒരുവിധം എല്ലാതും കൊണ്ടു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ വീട് വരെയുള്ള ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ സാധനങ്ങൾ, എൻ്റെ കൊളാബറേഷൻ രീതിയിലുള്ള സാധനങ്ങളാണെങ്കിലും മിഥുവിൻ്റെ സാധനങ്ങളാണെങ്കിലും കമ്മല്, വള, മാല ഒക്കെ നമ്മൾ വെച്ചാലും ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഉള്ളിൽ തികയില്ല. അതിങ്ങനെ വൃത്തിയില്ലാതെ ഇങ്ങനെ നിറയെ അടുക്കി അടുക്കി വെക്കണം. അപ്പൊ ഇങ്ങനത്തെ ഒന്ന് വന്നപ്പോ എന്താ ഉണ്ടായിച്ച ഒരുവിധമല്ല എല്ലാ സാധനങ്ങളും ഇതിൽ പോയി. മാത്രമല്ല അത്രയും സ്പേസ് ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള അത്ര വളയായാലും എല്ലാം വാച്ചായാലും എന്താണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരുപാട് സ്പേസ് സേവ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിന്റെ താഴേക്ക് ഫുൾ ഡ്രസ്സ് വെക്കാനുള്ളതാണ്. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയതുകൊണ്ട് ഇതിൽ ഒരുപാട് ഡ്രസ്സുകൾ, ടീഷർട്ടുകളോ ഒക്കെ കൊള്ളുന്നതുകൊണ്ട് തന്നെ ഈ 2 സ്പേസ് ശരിക്കും കാലിയാണ്. അപ്പൊ ഇത് മിഥുന്റെ വയലിൻ ഞാൻ തൽക്കാലം ഈ പറഞ്ഞ പോലെ പുറത്ത് കാണരുത് എന്ന് വിചാരിച്ചിട്ട് പുറത്ത് കാണാതാണ് ഭംഗി. അത് ഭംഗിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അതുവരെ ഇതിന്റെ ഉള്ളിൽ വെക്കാം. പിന്നെ ഈ 2 സ്പേസ് ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയൊക്കെ വരുമ്പോഴോ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴോ ഒക്കെ അവർക്കൊക്കെ അവരുടെ ഡ്രസ്സ് വെക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു സെക്ഷനിലാണ് മിഥുന്റെ ഡ്രസ്സുകൾ ഫുള്ള് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഡ്രോവേഴ്സ്. കാരണം നമ്മുടെ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് ആയാലും ഫോട്ടോ ആയാലും നമ്മുടെ സംഭവങ്ങളായാലും ഒക്കെ അതിനൊരു ഡ്രോവർ വേണം. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒരിക്കലും നമുക്ക് ഇത്രയും വളയും മാലയൊക്കെ വെക്കണമെങ്കിൽ പെട്ടി. പക്ഷെ ഇത്രയൊന്നും പെട്ടി കൊള്ളില്ല. 2 പെട്ടി കൊള്ളുമ്പോൾ തന്നെ ഇത് ഫുള്ളാവും. അപ്പൊ ആ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങൾ എന്തായാലും പുതിയ വാർഡ്രോബ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഈ 2 സെക്ഷൻ ഫുൾ ജ്വല്ലറിക്ക് വേണ്ടി വെച്ചോളൂ. ഇത് ഞാൻ സെക്ഷൻ വൈസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. മിഥുന്റെ യൂണിഫോം ഒരു ഭാഗത്ത്, മിഥുന് എടുക്കാൻ എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ട്. ഇതും നമ്മൾ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. അതായത് ആദ്യം അവര് ഈ 2 എണ്ണത്തിന്റെ ഇടയിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും ഗ്യാപ്പ് വേണ്ട, ഇങ്ങനെ ഇടയിലും കൂടെ ഫിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഇത് നമ്മൾ ഫുള്ള് വാർഡ്രോബ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഷെൽഫും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇത്രയും സ്ഥലത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് വയ്ക്കുമ്പോൾ കുട്ടികൾക്ക് വലിച്ചു വാരി എടുക്കണ്ട, അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് എടുത്തു പോകും. അപ്പൊ ഞാൻ സെക്ഷൻ വൈസ് ആയിട്ട് തിരിക്കാൻ വേണ്ടി ഒരു 3-4 കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തു. ഇങ്ങനെയാണ് നമുക്ക് ആക്ച്വലി കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ഗുണം. ഒക്കെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും എനിക്കിത് വേണ്ട, ഇതൊന്ന് ചെയ്തു തരുമോ ചോദിച്ചു കഴിഞ്ഞാൽ അവരത് ചെയ്യും. അതല്ലാതെ നമ്മളൊരു യൂണിറ്റ് ആയിട്ട് വാങ്ങി വെക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒന്നും പറ്റില്ല. അങ്ങനെ ചില ഉപകാരങ്ങളും കൂടി ഉണ്ട്. അപ്പൊ അവർ ഈ ഷെൽഫ് ഈ സാധനങ്ങളൊക്കെ എനിക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. യൂണിഫോം, പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ, അതായത് പുറത്തേക്ക് പോകുമ്പോൾ ഇടാനുള്ളത്, വീട്ടിലിടാനുള്ളത്, ഉടുപ്പുകളുടെ വേറെ സെക്ഷൻ, പാൻറ് വേറെ, ഒക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അധികം കുറേ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പാൻറ്, മിഡി, ഷർട്ടുകൾ മാത്രം, ടീഷർട്ട്സ് മാത്രം, അങ്ങനെ ഒക്കെ സെപ്പറേറ്റ്. അപ്പൊ മിഥുനാണ് നോക്കുമ്പോൾ മനസ്സിലാവില്ല എടുക്കാൻ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പൊ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അത്രയേ ഉള്ളൂ. പിന്നെ താഴത്തെ കള്ളി ഫുൾ അവളുടെ പ്രൊജക്ട് വർക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ. ഈ സെക്ഷൻ ഫുൾ ഞാൻ എനിക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്. കാരണം ഇത്രയൊന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടെ എനിക്കെന്ന് പറയാൻ പറ്റില്ല, ബെഡ്ഷീറ്റ്സ്, അതേപോലെ തന്നെ ടവലുകൾ ഒക്കെ അല്ലേ നമ്മുടെ
ബാത്ത് ടവൽസ്, പിന്നെ ഹാങ്കി, അങ്ങനത്തെ ടവൽസ് ഒക്കെ ഉണ്ടായല്ലോ, വാഷ് ബേസിന്റെ അവിടെ ഇടുന്ന ടവൽസ്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതും ഇങ്ങനെ അവർ തട്ടായിട്ട് കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ മുന്നേ വാങ്ങിയിട്ടുള്ള ഇത് എവിടുന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് തന്നെയാണെന്ന് തോന്നുന്നു, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഷർട്ട്സും ഇതൊക്കെ ഇട്ട് വെക്കണം. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് ഞാൻ ഇങ്ങനത്തെ ക്ലോത്ത്സ്, കിച്ചൺ ടവൽസ് ഒക്കെ അപ്പൊ ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ. കുറേ എണ്ണം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ വെച്ചാൽ പൊടി അടിക്കില്ല, അതിന് വേണ്ടിയിട്ട്. ഇതും അതെ, ബാത്ത് ടവൽസ്. ഇതൊക്കെ എൻ്റെ കയ്യിൽ കുറേ വർഷങ്ങളായിട്ടുള്ള ഈ സാരി കവറിന്റെയും അങ്ങനെ കുറേ ടീഷർട്ട്സ് ഒക്കെ. അപ്പൊ അത് കുറേ എക്സ്ട്രാ ഒക്കെ വന്നപ്പോൾ പുതിയ വീട്ടിലായപ്പോൾ ഇങ്ങനെ ഹാങ്ങറും ഇങ്ങനെയൊക്കെ നമ്മൾ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത കാരണം എനിക്ക് ഇതൊക്കെ ബാക്കി വന്നു. മറ്റേത് ഇതിലൊക്കെയാണ് ഞാൻ ഷർട്ടും സാരിയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മൾ അതിനനുസരിച്ച് പുതിയ വീട്ടിൽ അതൊക്കെ അറേഞ്ച് ചെയ്തപ്പോൾ ഇതൊക്കെ എനിക്ക് എക്സ്ട്രാ കുറേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾക്ക്, അതായത് പൊടി പിടിക്കാതിരിക്കാൻ ബെഡ്ഷീറ്റ് വെക്കാനും ഇതൊക്കെ വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സെക്ഷനൊക്കെ എൻ്റെ ഡാൻസിന്റെ ഐറ്റംസും എൻ്റെ കുറെ കൊളാബറേഷൻ്റെ കുറെ സംഭവങ്ങൾ, നമ്മുടെ യൂട്യൂബ് ചാനലാവുമ്പോൾ അറിയാലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എത്രയായാലും എത്രയൊക്കെ നമുക്ക് ഒരുപാട് വാർഡ്രോബ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതൊക്കെ ഞാൻ പെട്ടിയാക്കിയിട്ട് എനിക്കത് വാർഡ്രോബിൽ അങ്ങനെ ശരിക്കും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ ബോക്സുകളായിട്ട് വെച്ചിരിക്കുകയാണ്. എൻ്റെ വളട്ട് വെക്കാനുള്ള ആ ബോക്സൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊന്നും അതിൽ കൊള്ളില്ല, ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വെക്കണം. അപ്പൊ ഞാൻ ഈ ഒരു സെക്ഷൻ മൊത്തം അതിന് ഞാൻ മിത്തുക്കുട്ടിയോട് പറഞ്ഞു, നിന്റെ ഫുൾ വാർഡ്രോബ് നിന്റെ സെക്ഷന് വേണം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ എൻ്റെ ഒരു സെക്ഷൻ മൊത്തം ഞാൻ എടുക്കുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സെക്ഷൻ മൊത്തം എൻ്റെ സാധനങ്ങളാണ്, എൻ്റെ വള, എൻ്റെ മാല, എൻ്റെ ഡാൻസിന്റെ ഓർണമെന്റ്സ്. ഇത് മൊത്തം എൻ്റെ ഡാൻസിന്റെ കേട്ടോ. ഇത് ഞാൻ ഐക്യന്ന് വാങ്ങിച്ചതാണ്, ഈ ഒരു വലിയ പെട്ടി. അതുകൊണ്ട് എനിക്ക് എന്ത് സുഖം അറിയാം, നമ്മൾ പ്രോഗ്രാമിന് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ വാർമുടി, അത് ഇത് മറ്റേല് ഫുൾ ഓർണമെന്റ്സ്, നല്ല സുഖം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്ന് നോക്കിയാലും എടുക്കാൻ എളുപ്പം. മറ്റേത് എല്ലാം കൂടെ കിച്ചറായിട്ട് അപ്പം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും ഞാൻ. അപ്പൊ ഇതാണ് വാർഡ്രോബ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബാണ്. ആക്ച്വലി മിത്തുവിന്റെ വാർഡ്രോബിന്റെ പേരേ ഉള്ളൂ, മിത്തുവിന് ഇതിൽ ഒരു സെക്ഷൻ മാത്രമേ വേണ്ടൂ കേട്ടോ. അപ്പൊ അച്ഛനമ്മയൊക്കെ വന്നപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഈ 2 സെക്ഷൻ എന്നും ഒഴിച്ചിടും. കാരണം അവരിടയ്ക്ക് വരുമ്പോൾ അവർക്ക് ഡ്രസ്സ് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വെച്ചിട്ട്. ഇതിന്റെ മേലെ ലോഫ്റ്റിൽ ഫുള്ള് നമ്മള് ഇതാണ് വെച്ചിരിക്കുന്നത്, പെട്ടികള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 2 എണ്ണമായിട്ട്, അത് ഹൈഡ്രോളിക്കും ഉണ്ട് മേലേക്കും ഉണ്ട്, അതിന്റെ ഉള്ളിൽ ഫുള്ള് നമ്മൾ പെട്ടി വെച്ചിട്ടുണ്ട്. അതല്ലാതെ ഈ സൈഡിലും സ്ഥലമുണ്ട് കേട്ടോ. അപ്പൊ അത് എനിക്ക് എന്താ വെച്ചാൽ ബെഡ്ഷീറ്റ്, സാരീസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിൽ ഞാൻ ഫുൾ ബെഡ്ഷീറ്റ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇത് ഞാൻ ഫുൾ ബെഡ്ഷീറ്റ്, അതായത് തണുപ്പ് കാലത്ത്, അത്ര തണുപ്പൊന്നും ഇവിടെ ഇല്ല എന്നാലും തണുപ്പ് കാലത്തുള്ള ബ്ലാങ്കറ്റ് സംഭവങ്ങൾ, അത് മാറ്റി വിരിക്കാനുള്ള ബെഡ്ഷീറ്റ്, പിന്നെ ഇത് പില്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ. ഇത് 2 സെക്ഷനായിട്ടാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ 2 സെക്ഷനായിട്ടാണ്. ഇതിൽ മൊത്തം ഞാൻ ബെഡ്ഷീറ്റുകളും ബ്ലാങ്കറ്റും സംഭവങ്ങളൊക്കെ, ഈ കവറുകളൊക്കെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും, എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കവേഴ്സ് ആണ്. അപ്പൊ ഇതും ഉണ്ട്, ഇതിൽ ഇങ്ങനെ വെക്കാം. പിന്നെ പെട്ടി വെക്കാൻ ഹൈഡ്രോളിക് പോലെ 2 സെക്ഷനായിട്ട്, കാരണം മാക്സിമം യൂട്ടിലൈസേഷൻ എന്നുള്ളതാണ്. ആക്ച്വലി ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വാർഡ്രോബില് ഇനഫ് സ്പേസ് ആണ്. മുന്നത്തെ നമ്മളെ താമസിച്ചിരുന്ന വീട്ടിൽ നമ്മളെ കട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാതിരുന്നിരുന്ന കാരണം ഇത്ര സ്പേസ് ഉണ്ടായിരുന്നില്ല വാർഡ്രോബിൽ. അപ്പൊ നമുക്ക് ഇത്രയൊക്കെ ഉള്ള കാരണം ഇതേപോലെ ഞാൻ മറ്റേ റൂമിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ സാരികളൊക്കെ അതിൽ പോയി. അപ്പൊ നമുക്ക് വാർഡ്രോബിൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടാവും. പിന്നെ എല്ലാ റൂമിലും ഞാൻ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് യൂസ്ഡ് ക്ലോത്ത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, മിത്തുവിന്റെ യൂസ്ഡ് ക്ലോത്തിന്റെ ഒരു കളിയാണ് ഇവിടെ. അതായത് നമ്മൾ ഒരു കുറച്ച് നേരത്തെ ഡ്രസ്സുകൾ, പിന്നെ സ്വെറ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് തൂക്കണമെങ്കിൽ സാധാരണ നമ്മൾ ഈ വാതിലിന്റെ പിന്നിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഈ ഒരു വാർഡ്രോബിന്റെ സ്പേസ് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ഇതുണ്ടോ, ഈ സാധനങ്ങളൊക്കെ നമുക്ക് യൂസ്ഡ് ക്ലോത്ത്സിൽ വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ സെക്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാൻ പറ്റും. കണ്ടോ, ഒരുപാട് സ്പേസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്നും മിത്തുക്കുട്ടി ഒന്നും വെച്ചിട്ടില്ല. എൻ്റെ റൂമിലൊക്കെ കംപ്ലീറ്റ് സാധനങ്ങളായി, മിത്തുവിനെ വെക്കാൻ മാത്രം ഒന്നുമില്ല. അപ്പൊ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും വാർഡ്രോബ് ഉണ്ടാക്കിയിട്ട് സ്പേസ് ഉണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് സംഭവമാണ് കേട്ടോ, ഈ യൂസ്ഡ് ക്ലോത്ത് വെക്കാൻ വേണ്ടിയിട്ടും. അത് ഫുള്ളായിട്ട് യൂസ്ഡ് ക്ലോത്ത് വെക്കേണ്ട, ഹാഫ് പോർഷൻ വെച്ചാൽ മതി. ബാക്കി മൊത്തം നമുക്ക് ലോഷനോ എണ്ണയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കച്ചറ സാധനങ്ങളോ, ഇപ്പൊ സ്ട്രെയിറ്റ്നർ പോലെയുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളിൽ കൊള്ളാത്തതായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വെക്കാനുള്ളതാണ്. ഇതും അവർ നന്നായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രേയില് ബ്ലാക്ക് തീമൊക്കെ വെച്ചിട്ട്. പിന്നെ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്, നിറയെ ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ചഡ്ജ പോലെ ഉണ്ട് കേട്ടോ ഇതിന്റെ പുറത്ത്, ബാൽക്കണി. അപ്പൊ ഇതാണ് റൂമിൽ നിന്നുള്ള
ബാൽക്കണി ഒരു ചഡ്ജ പോലെ. ഇപ്പൊ ദിവാലിയുടെ ലൈറ്റുകളൊക്കെ ഇട്ടതായിരുന്നു, അത് ഇതുവരെ ഓഫ് ചെയ്തിട്ടില്ല. ദിവാലി വൈബ് ഒന്നും കഴിഞ്ഞിട്ടില്ല, എല്ലാ ബിൽഡിങ്ങിലും കണ്ടോ. നമ്മളതിൻ്റെ ഒരു ന്യൂ ഇയർ വരെ നമ്മളത് മുതലാക്കും ഇട്ടിട്ട്. ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അപ്പം വിത്തുകുട്ടിക്ക് ഈ ലൈറ്റൊക്കെ നോക്കി, അതാ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് എന്താ പറയുക മെട്രോ പോകുന്നത് കാണാം. ഇപ്പം കാണാൻ പറ്റില്ല, ഇപ്പം രാത്രി ആയതുകൊണ്ട്. സൺസെറ്റ് നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. ഈ റൂമിൽ നിന്ന് നോക്കിയാൽ സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു സ്പേസും നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കുറേ നമ്മുടെ കച്ചറ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 സെക്ഷനിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ കുറേ എന്താ പറയുക, നമുക്കൊരു വീടാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം, എന്നാൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റാത്ത ഇപ്പോൾ പെയിൻറ്റിൻ്റെ ബാക്കി അങ്ങനെ കുറേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല, ഭാവിയിലേക്ക് ആവശ്യമുണ്ടാകുന്ന സാധനങ്ങൾ, അങ്ങനത്തെയൊക്കെ വെക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ഏരിയ ആക്ച്വലി ഒരുപാട് സാധനങ്ങൾ വെക്കാൻ യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ എല്ലാ ബാൽക്കണിയും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ അവർ കാർപ്പൻ്റർ വർക്ക് ചെയ്തു തന്നെയാണ്. അപ്പം അതുകൊണ്ട് കുറേ സ്പേസ് നമുക്ക് അങ്ങനെയും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. ഇപ്പം നല്ല ചൂടാണ്, തണുപ്പായ നല്ല രസമായിരിക്കും ഇവിടെ നിൽക്കാൻ. എപ്പോഴും ഇങ്ങനെ ഒരു ലൈറ്റും കാര്യങ്ങളും ഒക്കെ ബിൽഡിങ്ങിലായാലും ഒക്കെ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീല് തോന്നും. അപ്പൊ ഇതാണ് മിത്തുക്കുട്ടിയുടെ കൊച്ചു റൂം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മിത്തുക്കുട്ടിയുടെ ഇൻവോൾവ്മെന്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം മിത്തുക്കുട്ടി കിടക്കാനുള്ള റൂമാണല്ലോ. സോ അപ്പോൾ ഇനി നമ്മൾ എന്താ പറയാ, നമ്മുടെ റൂമും ബാക്കിയുള്ള സർപ്രൈസ് റൂമുകളും ഒക്കെ ഉണ്ട്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. എന്തായാലും ഹോം ടൂറിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് കാണിച്ചു തരാനേ പറ്റുള്ളൂ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നു തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഇതും കൂടെ പറയുന്നത്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ബൈ.